എന്റെ ബോഡി സിംറ്റംസിനെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തുകൊണ്ടിരുന്നത് സിസ്റ്റിക് ആയിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ആക്നെയാണ്. വെൽക്കം ടു അനദർ പാർട്ട് ഓഫ് മൈ PCOS മാനേജ്മെന്റ് ജേർണി. നല്ലപോലെ കിടക്കും. അത് കുറെ കാലം ഇങ്ങനെ നല്ല തീക്കനലിൽ കോരിയിടുന്ന പോലത്തെ വേദന, പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷൻ. ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ആപ്പിളിന്റെ ക്രീം വെച്ചിട്ടായിരുന്നു. എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തത് 2 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ഉപയോഗിക്കരുതെന്ന് പറയും. എന്നാൽ ഇത് ഒരു ബെൻസോയിൽ പെറോക്സൈഡ് 2.5% ഒരു ആപ്പിളിന്റെ 0.1% ഉള്ള ഫാർമസിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു എപ്പിഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള 2 ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിന്റെ കോമ്പിനേഷൻ ആയിരുന്നു. സോ ഇത് ലൈക്ക് ആൾക്കാർക്ക് ഇത് 2 വിധത്തിൽ ഉപയോഗിക്കാം. 2 സെപ്പറേറ്റ് ക്രീം ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിട്ട് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റി എന്ന് ഞാൻ പറയും. ലൈക്ക് ഇതിപ്പോൾ നമ്മൾ എക്സ്ട്രീം ഫീലിംഗ്, എക്സ്ട്രീം ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ 2 ദിവസങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഏത് രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരു നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. കാരണം നമ്മുടെ സെല്ലുലാർ ടേൺ ഓവർ കൂട്ടി വെക്കാവുന്നത്. പിന്നെ US വന്നപ്പം ഇതറിയാലോ, ഇത് ഞാൻ നാട്ടിലെ ഫാർമസിയിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ US വന്നപ്പോൾ എനിക്കത് പറ്റിയുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡിഫറിന്റെ ഒരു അഡാപ്പിൽ 1% തന്നെയാണ് ഉപയോഗിച്ചത്. പക്ഷേ എനിക്ക് അത്രയും വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. രാത്രി സമയത്തായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം പകൽ സമയത്ത് ഇത് ഒരു റെറ്റിനോയിഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് പകൽ സമയത്ത് ഞാൻ ഇത് യൂസ് ചെയ്യാറില്ല. ഇത് പകൽ സമയത്ത് ഒരു നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണ്. സൺസ്ക്രീൻ ഉപയോഗിക്കുക, നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇതിന്റെ കൂടെ ക്ലിൻഡാമൈസിനുള്ള മറ്റൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റും യൂസ് ചെയ്യായിരുന്നു ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ. പിന്നെ ഞാൻ യൂഷ്വലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ അഡാപ്ലിൻ ബെൻസോയിൽ പെറോക്സൈഡ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഞാൻ ഈ ക്ലിൻഡാമൈസിൽ ഇന്ന് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ആന്റിബയോട്ടിക്, ഇതിന്റെ കൂടെ നിയാസിനമൈഡും ഉണ്ട്. ഇത് ഞാൻ 3ാമത്തെ ദിവസം ഞാൻ ഒന്നും യൂസ് ചെയ്യില്ല. ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രം, ഒരു ബാരിയർ റിപ്പയർ അല്ലെങ്കിൽ നല്ല ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിച്ചല്ലേ. സോ ഒരു ദിവസം നമ്മൾ സ്കിന്നിന് റെസ്റ്റ് കൊടുക്കുന്ന പോലെ ഞാൻ മോയ്സ്ചറൈസർ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. ഒരു റുട്ടീൻ ഞാൻ എന്റെ ആക്നെ പോകുന്നിടം വരെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കിത് വർക്ക് ആവാത്ത ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പം ഞാൻ ഉപയോഗിച്ചെന്നാന്ന് മറ്റൊരു വീഡിയോയിൽ പറയാം. ഈസിലി അവൈലബിൾ ആയതുകൊണ്ടാണ് ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് പറയുന്നത്. വേറെ എന്തെങ്കിലും സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കാണാം. ഇത് എനിക്ക് വർക്ക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ സജഷൻ മാത്രമാണ്. അപ്പോൾ ഇതൊരു റെറ്റിനോയിഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഇത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. പ്രഗ്നൻസി ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. നമുക്കത് പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം. സിമിലർ ആയിട്ടുള്ള കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ഇനി വരും വീഡിയോയിൽ കാണാം. ഓൾറെഡി സമയം കുറച്ച് കൂടി പോയി. ഓക്കെ, സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.